വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു. നെതർലാൻഡ്സ് വേഴ്സസ് ജപ്പാൻ എന്ന് പറയുന്ന ഒരു മത്സരം. ഡച്ച് പോരാട്ട വീര്യത്തിന് മുന്നിൽ ഒരു ഗംഭീരമായ ഒരു ചെറുത്തുനിൽപ്പാണ് ജാപ്പനീസ് സംഘം നടത്തിയത്. ലോകകപ്പിൽ നെതർലൻഡ്സിനോട് 2 അടിച്ച് സമനില പിടിച്ച് ജപ്പാൻ. 2-1 പിന്നിൽ നിന്ന ജപ്പാന് 89-ാം മിനിറ്റിൽ രക്ഷകനായി കമാഡയാണ് എത്തിയത്. ഓക്കെ, കമാഡയുടെ ഗോളാണ് ആ ഒരു സമനില. അതെ, തീർച്ചയായും ജയത്തോളം പോകുന്ന സമനില. തീർച്ചയായും ഏഷ്യയിൽ നിന്ന് നമുക്കറിയാം ജപ്പാൻ വരുന്നത് ബ്രസീലിനെയും ഇംഗ്ലണ്ടിനെയും ഒക്കെ തോൽപ്പിച്ചിട്ടാണ്. അപ്പോൾ നെതർലൻഡ്സ് അല്പം കരുതിക്കൂട്ടി തന്നെ ആയിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യ പകുതി ഒരു അല്പം വിരസമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മിഡ്ഫീൽഡിൽ അവരുടെ മൂവ്മെന്റ്സ് എല്ലാം ഇപ്പം ജപ്പാന്റെ ആണെങ്കിലും നെതർലൻഡ്സിന്റെ ആണെങ്കിലും മൂവ്മെന്റ്സ് മിഡ്ഫീൽഡിനപ്പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അവിടെ ബോൾ അവിടെ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ നെതർലൻഡ്സ് ഗോൾ നേടണമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയത്. അപ്പം അവരല്പം സ്പേസ് കണ്ടെത്തി കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വിർജിൽ വാൻഡേക്കിലൂടെ ഇപ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ടത് അവർ സെറ്റ് പീസുകൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം വാൻഡേക്ക് വളരെ ഉയരമുള്ള താരമാണ്. അപ്പോൾ ആ സെറ്റ് പീസുകൾ മാക്സിമം വാൻഡേക്കിലേക്ക് എത്തിക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് തന്നെയാണ് ഫസ്റ്റ് ഗോൾ വരുന്നത്. വാൻഡേക്കിലെ ഹെഡറിലൂടെയാണ് ആ ഗോൾ വരുന്നത്. പിന്നീട് ജപ്പാന്റെ ഒരു ഗംഭീര ഗോളാണ്. അതെ, ആദ്യ സമനില ഗോൾ വരുന്ന ഒരു ജപ്പാന്റെ ഒരു ഗംഭീര ഫിനിഷാണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് ആ ഗോൾ വരുന്നത്. വീണ്ടും ജപ്പാൻ നെതർലൻഡ്സ് സമർവില്ലിലൂടെ ലീഡ് എടുക്കുന്നു. സമർവില്ലിന്റെ ആദ്യ ഗോളാണ്, ഇന്റർനാഷണൽ കരിയറിലെ ആദ്യ ഗോളാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ലോകകപ്പിന് മുൻപ് അദ്ദേഹം നെതർലൻഡ്സിന് വേണ്ടി കളിച്ചിട്ടുമില്ല. ഈ ഫ്രണ്ട്ലിക്ക് വേണ്ടിയാണ്, ലോകകപ്പ് ഫ്രണ്ട്ലിക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിനെ ആദ്യമായി ടീമിലേക്ക് വിളിക്കുന്നത്. ലോകകപ്പിൽ കളിക്കുന്നു, അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോൾ നേടുന്നു. അപ്പോൾ നെതർലൻഡ്സ് ജയിച്ചു എന്ന് തോന്നിപ്പിച്ച ഒരു നിമിഷമായിരുന്നു. അവസാന നിമിഷമാണ് ജപ്പാന്റെ ഒരു കിഡിലൻ ഹെഡർ. നമുക്കറിയാം ജപ്പാൻ താരങ്ങൾ അല്പം ഉയരം കുറഞ്ഞ വാൻഡേക്കൊക്കെ വളരെ ഉയരമുള്ള താരമാണ്. അപ്പൊ അതിനിടയ്ക്കുന്ന ഒരു ഹെഡർ ഗോൾ നേടുക. അതെ, സമുറായി പോരാട്ടവീര്യം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത്രയും ഇന്ന് ജാപ്പനീസ് ഗോൾ കീപ്പർ സുസുക്കിയെ കുറിച്ച് നമ്മൾ എടുത്തു പറയണം. ഒരുപാട് സേവ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം അമേരിക്കൻ ബോൺ ആണ് കേട്ടോ. ആ ഒരു ടീമിൽ കളിക്കുന്ന ഏക അമേരിക്കൻ ബോൺ പ്ലെയർ ആണ് സുസുക്കി. ഓക്കെ, അപ്പോ ജാപ്പാൻ താരങ്ങള് കമാഡ എന്ന് ജാപ്പനീസ് താരങ്ങൾ പറയും. കാരണം തോൽവിയുടെ ഒരറ്റത്ത് നിന്നാണ് കമാഡ പിടിച്ച് ഒരു ജയത്തോളം പോകുന്നത്. ജപ്പാൻ എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ലോകകപ്പിലൊക്കെ കണ്ടാണ് ജർമ്മനിയൊക്കെ വിറപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ ലോകകപ്പിലും അവരുടെ ഒരു വരവ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടം കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാട്ടിലൊക്കെ പറയും അവൻ ആള് ജപ്പാനാണെന്ന് പറയും. അതായത് ഒരു പരിധിക്കപ്പുറത്തേക്ക് നന്നായി വരുന്ന ആളുകളാണ് നമ്മൾ അങ്ങനെ പറയാം. അപ്പൊ ആള് ജപ്പാൻ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.